പരിഹരിക്കാനുള്ള ഭക്ഷണം കിട്ടുന്നില്ല എന്ന പരാതി ഉണ്ടല്ലോ, ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ, അതിനകത്ത് സംബന്ധിച്ച് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അതായത് നമുക്ക് ഇവിടെ ജോലി ചെയ്തതിനേക്കാളും കൂടുതൽ ഭക്ഷണമാണ് നമ്മൾ ഭക്ഷണപ്പൊതികളായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വിതരണം ചെയ്യുന്നത് എല്ലാവർക്കും. പക്ഷേ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഡ്യൂട്ടി കയറുന്നത് അതിരാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങൾ ഡ്യൂട്ടി കയറും. 4:30 കഴിഞ്ഞിട്ട് ഇവിടെ എത്തി സേനാംഗങ്ങൾ മുഴുവൻ നമ്മൾ കയറുന്നത് ഡ്യൂട്ടിക്ക് 6 മണിക്ക് കയറും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്നത് സാധാരണ നമ്മൾ 9 മണി 10 മണിക്കല്ലേ, 8 മണിക്ക് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും പോകും. കാരണം ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർ വരുന്നവരൊക്കെ 10 മണിക്ക് 11 മണിക്ക് കയറി വന്നിട്ട് എന്ന് പറയും ഞങ്ങൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറയും. അപ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. ചിലപ്പോൾ ദൂരത്തിലുള്ള ആൾക്കാരായിരിക്കും, അവർക്ക് ആക്ച്വലി സ്വാഭാവികമായും ദൂരത്തിലുള്ളതുകൊണ്ട് വരാൻ കുറച്ച് താമസിക്കും. അതാണ് ഒരു പ്രശ്നം. പക്ഷേ നമുക്ക് ഒരു സമയം നിശ്ചയിച്ച് ഇതുപോലെ 8 മണി to 9 മണി വരെ മാത്രമേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായോഗികമാണെന്ന് ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഈ ചിലരൊക്കെ എടുത്ത് നോക്കി നമ്മുടെ ദൂരത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഭക്ഷണങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒരു ഫുഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മിനിക്കാൻ ഞാനൊരു ഫുഡ് കഴിച്ചിട്ട് ഇന്നലെ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായതാണ്. അപ്പോൾ ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഫുഡ് പോയ്സണും ഉണ്ടാകാൻ പാടില്ല. അപ്പം എനിക്ക് ഇപ്പോൾ ഗതിയാണെങ്കിൽ സാധാരണ കാരണക്ക് എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അവർ കിട്ടുന്നത് നല്ല മെച്ചപ്പെട്ട ഒരു ഫുഡ് കിട്ടണം പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് പല സമയങ്ങളിലും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇന്ന് രാവിലെ. അവരൊക്കെ തന്നെ ഉദ്യോഗസ്ഥരുടെ പരാതിയായിട്ട് പരാതിയിലൊരു വിഷമം പോലെ പറയുന്നുണ്ടായിരുന്നു, വെള്ളം പോലും കിട്ടാത്ത. തീർച്ചയായും കൂടി സപ്ലൈയും തീർച്ചയായും അത് ഇപ്പോൾ ഇന്ന് തൊട്ടാണ് നമ്മൾ ഇത് പുതിയ സംവിധാനം തുടങ്ങിയിരിക്കുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും സബ് കളക്ടർ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഏതായാലും പ്രശ്നം പരിഹരിക്കും ഉടൻ തന്നെ. ഓക്കെ സാർ, താങ്ക്സ്.